നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആര്യ രാജേന്ദ്രനെയും സച്ചിൻ എംഎൽഎയെയും വിവാദങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പാർട്ടി ഇറക്കിയതാണ് എ റഹീമിനെ. എന്നാൽ വന്നിരുന്ന് ആധികാരികമായി മണ്ടത്തരം പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികളുടെ വരെ വായിലെ പിരിവെട്ടിച്ച് റഹീം ആ വഴിക്ക് പോയി. വാരി വിതർന്ന ക്യാപ്സൂളുകൾ ഇപ്പോൾ ബൂമറാങ്ങായി തിരിച്ചടിക്കുകയാണ് റഹീം കാരണം. സച്ചിൻ KSRTC ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുത്ത് തമ്പാനൂരിലേക്ക് പോകാനാണെന്ന ഡയലോഗാണ് വലിയ മണ്ടത്തരമായി പോയത്. തൊട്ടുപിന്നാലെ ട്രോള് വന്നു, MLA-മാർക്ക് ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്ന്. കയ്യിൽ നിന്ന് പോയി ഇനി നിന്ന് ഉരുളണ്ട, പുതിയ ക്യാപ്സൂൾ ഉണ്ടാക്കിയിട്ട് അടുത്ത ആഴ്ച വരാൻ പൊങ്കാല വന്നിട്ടുണ്ട്. ന്യായീകരിക്കാൻ വന്ന് റഹീമു കുളമാക്കിയതോടെ പാർട്ടിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഈ വിവാദത്തിൽ അണികളും നേതാക്കളും പ്രതികരിച്ചു പോകരുതെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. ഓരോ മണ്ടത്തരങ്ങൾ വിതറി കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. റഹീമിനെ കളത്തിലിറക്കിയ MV ഗോവിന്ദൻ ഇപ്പോൾ കരയുകയാണ്. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറിയെന്ന A റഹീം MPയുടെ വാദം ബാലിശമായി പോയി എന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ. ബസ്സിൽ കയറി ടിക്കറ്റാണ് MLA ആവശ്യപ്പെട്ടതെന്ന റഹീമിന്റെ വെളിപ്പെടുത്തലോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായി. സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടി ഗ്രൂപ്പുകളിൽ ഇപ്പോൾ പുതിയ അടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തിന് റഹീം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നതാണ് പാർട്ടി ഗ്രൂപ്പുകളിൽ ന്യായീകരണ തൊഴിലാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലെ പ്രതികരണങ്ങൾ പാടില്ല. റഹീമിന്റെ അടുപ്പക്കാരനാണ് ആ ബസ്സിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നാണ് നിർദ്ദേശം. മേയർക്കും ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വീഴ്ചകൾ ഉണ്ടായി എന്ന് CPM വിലയിരുത്തി. കൂടാതെ കണ്ടക്ടറെ തനിക്ക് അറിയാമെന്ന റഹീമിന്റെ വാദം വലിയ തിരിച്ചടി ഉണ്ടാക്കി. അപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല, മെമ്മറി കാർഡ് പോയ വഴി അതുതന്നെയാണെന്നാണ് ആരോപണം വരുന്നത്. ഇടതുപക്ഷത്തെ പെണ്ണുങ്ങളായതുകൊണ്ടാണ് സൈബർ ആക്രമണം നടക്കുന്നതെന്നാണ് സഖാക്കളുടെ വലിയ രോദനം. A റഹീം പറഞ്ഞത് ഗോവിന്ദചാമിയെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുന്ന കാലം വിദൂരമല്ല എന്നാണ്. ഇതിന് വലിയ തിരിച്ചടി കിട്ടുകയും ചെയ്തു. റഹീം ഇത്തരത്തിലൊരു ആരോപണം ഇനി എവിടെയും പോയി ഇറക്കില്ല. കാരണം അമ്മാതിരി അടിയാണ് കിട്ടിയത്. അപ്പോൾ സഖാവെ, ലൈംഗികാതിക്രമ കേസിൽപ്പെട്ട P ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതും പീഡനവീരൻ PK ശശിയെ KTDC ചെയർമാനാക്കിയതും നിന്നെ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കുമെന്ന് സഹപാഠിയെ വെല്ലുവിളിച്ച ആർഷോയെ SFI സംസ്ഥാന സെക്രട്ടറി ആക്കിയതും മികച്ച മാതൃകയായിരിക്കും അല്ലേ? ഒരംഗത്വം എടുത്താൽ ഗോവിന്ദചാമിയെ DYFI നേതാവാക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. സഖാക്കളോട് പറയാനുള്ളത്, യദു കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നിട്ട് എന്തേ സഖാക്കളെ, മെമ്മറി കാർഡ് എവിടെയാണ്? മേയറും MLAയും കാണിച്ച ഗുണ്ടായസത്തിന് തെളിവുണ്ട്. തന്റെ ഭാഗത്താണ് ന്യായമെന്ന് പറയുന്നതല്ലാതെ അതിനുള്ള ഒരു തെളിവും കാണാനുമില്ല. ഉള്ള തെളിവ് മേയറമ്മ മുക്കുകയും ചെയ്തു. എന്നിട്ടും പറയുകയാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന്. ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, യദു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ അതോടൊപ്പം തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് MLAയും മേയറും. നിങ്ങൾ കാണിച്ചതും അങ്ങേയറ്റം നിയമലംഘനമാണ്. അത് ചോദ്യം ചെയ്യപ്പെടണ്ടേ? അതിനുള്ള ശിക്ഷ വേണ്ടേ? അതോ നിങ്ങൾക്ക് മാത്രം മറ്റെന്തെങ്കിലും പ്രത്യേക ഇളവുകൾ വന്നിട്ടുണ്ടോ നിയമത്തിൽ? അതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും റഹീം വന്ന് രക്ഷിക്കാൻ നോക്കിയതോടെ കൂടുതൽ എയറിലായിരിക്കുകയാണ് ആര്യയും സച്ചിനും. ആരാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന യുവതിയെ പടുകുഴിയിൽ ചാടിച്ചത്? 2 വാഹനങ്ങൾ ഓടിക്കുന്നവർ തമ്മിൽ സാധാരണ സംഭവിക്കാറുള്ള ഈഗോ ക്ലാഷ്, ഉരസലിനപ്പുറം എന്തെങ്കിലും പ്രാധാന്യം ഇതിലുണ്ടോ? ഡ്രൈവർ മേയറോടോ ഭർത്താവായ MLAയോടോ അതല്ലെങ്കിൽ ഇരുവരോടുമോ ആരോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വഷളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോലത്തിൽ ഡ്രൈവർ യദു നടക്കില്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് തുറന്നടിച്ച് ശക്തിധരൻ. എനിക്കറിയാം തലസ്ഥാനത്തെ പാർട്ടിയെ, അതിന്റെ നേതാക്കളെ. സംഭവം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ഞാൻ പ്രതികരിച്ചത്, എന്തെങ്കിലും പിഴവ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെങ്കിൽ ഇത്ര കഠിനമായ പ്രത്യാഘാതം ഉണ്ടാകാനിടയില്ല എന്നായിരുന്നു. പക്ഷേ നേരം വെളുത്ത ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന ബോധ്യമായത്. സംഭവം കത്തിക്കാൻ തന്നെ കച്ചകെട്ടി ഇറങ്ങിയവർ എരിതീയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു. മേയറെയും MLAയെയും ബലിയാടാക്കി.
ഇവർക്ക് കൈത്താങ്ങുമായി രംഗപ്രവേശം ചെയ്തവർ നഗരവും പരിസര പ്രദേശവും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കത്തുമെന്ന് ഇരുവരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നുവെങ്കിലും ഒരു പൂട പോലും അനങ്ങിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടവരുടെ പട്ടിക നോക്കിയാൽ അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നഗരത്തിലെ കച്ചവടക്കാരെ പിടുങ്ങിയും പാർട്ടി ആഹ്വാനം ചെയ്യുന്ന ഫണ്ട് ശേഖരണം അമുക്കിയും കഴിയുന്ന പാരാസൈറ്റുകളാണിവർ. മേയറുടെയും ഭർത്താവിന്റെയും പേരുകൾ വെച്ച് തിരക്കഥ ചമച്ചാൽ അത് തലസ്ഥാനത്തെ വേവുന്ന പരിപ്പല്ല. തൃക്കാക്കരയിലും വടകരയിലും അശ്ലീല വീഡിയോ കഥ പ്രചരിപ്പിച്ച രീതി തലസ്ഥാനത്ത് ചെലവാകില്ല. ആരാണ് ഈ തിരക്കഥ ചമയ്ക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം. അതാണ് ഈ ബോംബ് തുടക്കത്തിൽ തന്നെ ചീറ്റിയത്. ഇത്തരം ഒരു ആക്ഷേപം ഉയർത്തിയാലും ജനങ്ങളിൽ നിന്ന് നനഞ്ഞ പ്രതികരണമേ ഉണ്ടാകൂ എന്ന് ബോധ്യമായി. മേയർ എന്തെങ്കിലും അഴിമതി കാണിച്ചുവെന്ന് ഞാൻ പറയില്ല. പക്ഷേ നഗരസഭാ ഭരണം ഇത്രമേൽ കൊടിയ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന മറ്റൊരു കാലം തലസ്ഥാനത്തുണ്ടായിട്ടില്ല. അതെല്ലാം എഴുതിയാൽ ഇവിടെ സ്ഥലം പോരാതെ വരും. ആരാധ്യ മേയർ വെറും നോക്കുകുത്തിയാണ്. അവർക്ക് CPM എന്താണെന്നറിയില്ല. മേയർ പദവി ഏറ്റെടുത്തപ്പോൾ തന്നെ രഹസ്യമായി വളരെ അകലെയുള്ള മറ്റൊരു ജില്ലയിലെ കേന്ദ്രത്തിലേക്ക് കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മേയർ പാർട്ടി അറിയാതെ നഗരസഭാ ഭരണത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഇത്തരത്തിലൊരു പരിസമാപ്തിയേ ഉണ്ടാകൂ. കോടാനുകോടി രൂപ പല തട്ടിലായി ചോർന്നു. ഇത്രയേറെ പേർ ഒരാളുടെ ലൈംഗിക ചേഷ്ട കണ്ട് രാത്രി എങ്ങനെയാണ് ഉന്മാദ അവസ്ഥയിലായത്? സഹികെട്ട് യദു ഒരു നേതാവിനോട് ചാനലിൽ പറയുന്നത് കേട്ടു, സാറേ ഞാൻ ജീൻസ് ആണ് എപ്പോഴും ഇടുന്നത് എന്ന്. സാറിന്റെ കുടുംബാംഗം ഭയക്കേണ്ട എന്നാണ് വ്യാങ്യം. ബസ്സിലിരുന്ന് അസംഭവ്യമായ അശ്ലീല ചേഷ്ട കാണിച്ചാൽ ഇതാണ് ശിക്ഷയെങ്കിൽ പ്രതികാരദാഹിയായ യദുവിൽ നിന്ന് ആരാധ്യയായ മേയർ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? 5 ദിവസമായി അയാൾ കൊടുത്ത പരാതി സ്വീകരിക്കുക പോലും ചെയ്യാതിരിക്കുകയും അക്രമം കാട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന മേയറെയും ഭർത്താവിനെയും ഈ സംഭവത്തിൽ എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം നശിപ്പിക്കാൻ അധികൃതർ കൂട്ടുനിൽക്കുകയും തൊഴിൽ നഷ്ടപ്പെട്ട ഈ ഒറ്റയാൻ ഡ്രൈവറെ എന്തൊക്കെ തരത്തിൽ പീഡിപ്പിക്കാമോ അതെല്ലാം ചെയ്യുകയും അയാളെ ആഭാസനെന്നും സ്ത്രീലമ്പടനെന്നും പരസ്യമായി ചാനലുകളിൽ നിന്ദിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഈ പച്ചയായ തെളിവുകൾ കൺമുന്നിൽ ഉള്ളതുകൊണ്ടാണ് ലൈംഗിക ചേഷ്ട കഥ നിർമ്മിതിയാണെന്ന് പറയുന്നത്. അധികാരപ്രമത്തരായ CPM നേതാക്കൾ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നത് ഈ ഡ്രൈവർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെടുന്ന കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീക്കാണ് ഇതേ അനുഭവം ഉണ്ടായതെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക എന്ന്. എന്താ യദുവിന്റെ നെറ്റിയിൽ ഇങ്ങനെ അശ്ലീല ചേഷ്ട കാണിക്കുന്ന യന്ത്രം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണോ? അതെങ്ങനെ ഭൂമിയോളം താണ കാറിലിരുന്ന് ആരാധ്യയായ മേയർ കണ്ടു? ആരാധ്യയായ മേയർ ഇത്രമാത്രം പ്രതികരിച്ചാൽ പോരാ എന്നാവും മുഖ്യമന്ത്രിയാണെങ്കിൽ പറയുക. അതുക്കും മേലെയുള്ള പണിയായിരുന്നു ചെയ്യേണ്ടതെന്നാവും മുഖ്യമന്ത്രിയാണെങ്കിൽ ഉപദേശിക്കുക. കണ്ണമൂലയിൽ ഗംഗേശാനന്ദ എന്ന ആൾ ദൈവത്തിന്റെ ലിംഗം 2017 മെയ് 21-ന് 23-കാരിയായ നിയമ വിദ്യാർത്ഥിനി കത്തിവെച്ചു മുറിച്ചു മാറ്റി ലൈംഗിക പീഡനത്തിന് പ്രതികാരം ചെയ്തപ്പോൾ ഭേഷ് എന്ന് പരസ്യമായി പ്രതികരിച്ചതാണ് ഈ മുഖ്യമന്ത്രി. ഇനി ഇവിടെയും അങ്ങനെ പ്രതികരിക്കണം. ഇതായിരുന്നു ശക്തിധരൻ കൊടുത്ത കൊട്ട്. എന്തായാലും സംഭവം വലിയ രീതിയിൽ ആളി കത്തിക്കഴിഞ്ഞു. മേയറും സച്ചിനും നിന്ന് ഉരുകുകയാണ് ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് പുറത്തു കടക്കും എന്നാലോചിച്ചിട്ട്. അതിന്റെ കൂടെ റഹീം വന്ന് അതിനേക്കാൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഇപ്പോൾ പാർട്ടിയിൽ ഈ വിഷയത്തിൽ കൂട്ടയടി നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.